കൊല്ലത്ത് നിന്ന് അരുൺരാജ് കൂടി ചേരുന്നു. അരുൺരാജ്, കൊല്ലത്തു നിന്ന് ഏറ്റവും ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന വാർത്ത, അവരുടെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടികയിൽ 21 വയസ്സുകാരികളായ രണ്ടുപേരെ ജൻസികളെ കോൺഗ്രസ് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ടൊക്കെ നൂറ്റാണ്ട് കാലം തുടരുന്ന CPM-ന്റെ കുത്തക ഭരണം അവസാനിപ്പിക്കാൻ UDF-ന് കഴിയുമോ എന്നതാണ് അവിടെ കൊല്ലത്തുയരുന്ന പ്രധാന ചോദ്യം. അരുൺരാജ്. ഹഷ്മി, തീർച്ചയായും കൊല്ലത്തിന്റെ മനസ്സ് എന്താണ് ഇത്തവണ എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും. എന്തായാലും കഴിഞ്ഞ 30 വർഷക്കാലം കൊല്ലം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. CPM-ന്റെ ആ ഭരണം അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. അതിന് ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇത്തവണ വളരെ വ്യത്യസ്തമാണ്. മുൻതവണ 34 ഇടത്ത് റിബൽ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച ഒരിടത്തും റിബൽ സ്ഥാനാർത്ഥികളെ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അത് കോൺഗ്രസിന് വലിയ ആശ്വാസം നൽകുന്നതാണ്. അതാണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള പ്രതീക്ഷയും. അതേസമയം CPM പറയുന്നത് തീയതി പ്രഖ്യാപിച്ചാൽ തൊട്ട് പിന്നാലെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതിൽ പുതുമുഖങ്ങളുണ്ടാകും, പുതിയ വ്യക്തികളുണ്ടാകും, പൊതു സ്വീകാര്യമായ മുഖങ്ങളുണ്ടാകും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യം വരുമ്പോൾ സ്വാഭാവികമായും കൊല്ലം കോർപ്പറേഷന്റെ ഭരണം അത് ഇടതുമുന്നണിക്ക് തന്നെ വീണ്ടും ലഭിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് ഇടതു നേതൃത്വം പങ്കുവെക്കുന്നത്. പക്ഷേ കണക്കുകളിലാണ് BJP-യുടെ പ്രതീക്ഷ. BJP പറയുന്നത് നിലവിൽ 6 ഡിവിഷനിലാണ് BJP വിജയിച്ചിട്ടുള്ളത്. 6-ൽ നിന്ന് അത് 10-ലേക്കായാൽ സ്വാഭാവികമായും കൊല്ലം കോർപ്പറേഷന്റെ ഭരണം ആര് ഭരിക്കണം എന്ന കാര്യത്തിൽ ഭരണം നിശ്ചയിക്കുക BJP ആവും. എന്തായാലും കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് നിർണായകമാകുന്ന തിരഞ്ഞെടുപ്പാണ്. അതിൽ BJP-യുടെ വളർച്ച ഇടത് വലത് നേതൃത്വം കാണാതെ പോകുന്നില്ല. എന്തായാലും അതിനെ തടയിടാനുള്ള നീക്കങ്ങൾ കൂടി തങ്ങളുടെ പക്കലുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസും CPI-ഉം ഒരുപോലെ അവകാശപ്പെടുന്നത്. RSPയുടെ ശക്തി കേന്ദ്രം കൂടിയാണ് കൊല്ലം. അതുകൊണ്ട് RSP 11 ഇടങ്ങളിലാണ് മത്സരിക്കുന്നത്. കൊല്ലത്ത് മാത്രമല്ല കേരളത്തിൽ RSPയുടെ പ്രസക്തി കൂടി ചൂണ്ടിക്കാട്ടുന്ന തിരഞ്ഞെടുപ്പായിരിക്കും കൊല്ലത്തെ കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.